മുഖ്യമന്ത്രി നിർബന്ധത്തിന് വഴങ്ങി ഒരു കേസുമില്ല എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരു ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. അന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ഗവൺമെന്റ് ആശുപത്രി ജയിലിനകത്ത് ആശുപത്രിയിൽ ഞാൻ കിടന്നത്. ശ്രീ പി സി TP തോലക്കേസ് പ്രതി ചെറിയ ഇളവ് നൽകാൻ പാർട്ടി അത് CPM പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാതെ TP വധക്കേസ് പ്രതികളെ ഇളവ് നൽകാൻ തീരുമാനിച്ചു എന്നതിന് എവിഡൻസ് ഇല്ല. പിന്നെ അതൊരു ആരോപണം മാത്രമാണെന്ന് എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ജയിൽ നിയമത്തിൽ തന്നെ ഇത്ര വർഷത്തിൽ കൂടുതൽ ജയിൽ ചുറ്റി അനുഭവിച്ച മാന്യമായി ഈ ജയിലിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ വെറുതെ ഇവിടെ ശുപാർശ ചെയ്യാൻ ജയിൽ ഉപദേശ സമിതിയുണ്ട്. ഉപദേശ സമിതിക്ക് അധികാരമുണ്ട്. ആ ഉപദേശം സർക്കാർ സ്വീകരിച്ച് സർക്കാർ ഗവൺമെന്റ് അയച്ചു ഗവൺമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരെ പുറത്ത് വിടും. അങ്ങനെ നിയമമുണ്ട്. അതുപോലെ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ജയിലിൽ അനേകം വർഷം കിടന്നു കഴിയുമ്പോൾ അവരെ സ്വാഭാവികമായിട്ട് തുറന്ന ജയിലിലേക്ക് വിടാറുണ്ട്. തുറന്ന ജയിലെന്ന് പറഞ്ഞാൽ പരസ്യ ഒരു കൂട്ടിക്കെട്ടും ഇല്ലാത്ത തുറന്ന ജയിൽ നമുക്കുണ്ട്. ആ തുറന്ന ജയിലിൽ വിടും. അവിടെയും കഴിഞ്ഞിട്ടാണ് വിടുന്നത്. പക്ഷെ ഹൈക്കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് ചില ഉത്തരവിടും. യാതൊരു കാരണവശാലും ഇവർക്ക് പരോൾ പോലും കൊടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഓർഡർ ഇട്ടാൽ പോലും അതിനെ ധിക്കരിക്കുന്ന നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ഗവൺമെന്റ് ആലോചിക്കണം. ഞാൻ പരോള് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇത്രമാത്രം കാലം കിടന്നു കഴിയുന്നതിന് വിടുന്നതിന് എതിരല്ല. എനിക്കൊരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4 പ്രാവശ്യം ഇവിടുന്ന് മുഖ്യമന്ത്രി നിർബന്ധത്തിന് വഴങ്ങി ഒരു കേസുമില്ല എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരു ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. അന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ഗവൺമെന്റ് ആശുപത്രി ജയിലിനകത്ത് ആശുപത്രിയിൽ ഞാൻ കിടന്നത്. ഞാൻ അവിടെ കണ്ട ഭാവം എനിക്ക് എത്രമാത്രം വേദനിച്ച് അനുഭവമുണ്ടായിരുന്നത്. ഒരു 10-15 ആളുകൾ ഈ ഓക്സിജൻ എടുത്ത് മാസ്കും വെച്ച് കിടക്കുക. സ്ഥിരമായിട്ട് കിടത്തിയിരിക്കുക. ഇങ്ങനെയുള്ളവർ കിടത്തൊരു കാര്യമുണ്ടോ? അവർക്ക് ഹൈക്കോടതി വിധിയുണ്ട്, പരോൾ കൊടുക്കാനല്ല, പുറത്തു വിടാൻ പാടില്ല എന്ന് വിധിയുണ്ടെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടൊരു കാര്യമുണ്ടോ? അവരെല്ലാം പുറത്തു വിടണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കുകയും അതിന് ശക്തമായ ഇടപെടൽ നടത്തുകയും അവരെ റിലീസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഞാൻ ചെയ്തയാളാണ്. കാരണം അവർ വെറുതെ എന്തിനു കിടക്കുന്നു ഏറ്റു നിൽക്കാൻ പറ്റില്ല. പരസ്യമില്ലാതെ മലമൂത്ര വിസർജനം നടക്കില്ല. ഓക്സിജന്റെ ഇത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഓക്സിജൻ കുറിച്ച് പിടിച്ചിരിക്കുക ജയിലിനകത്ത് എന്തിനും ഇട്ടിരിക്കുന്നു. ഞാൻ കടത്തി പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഒരു കാഴ്ചപ്പാട് മരണകരമായ നിലയിൽ എത്തിയിരിക്കുന്ന ഒരു രോഗി, അത് പ്രായം 50 വയസ്സുണ്ടെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും മരുന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവന്റെ ഒരു ദിവസത്തെ ജീവിതം ഒരാഴ്ചത്തേക്കോ ഇങ്ങനെ ജീവിതം നീട്ടിക്കൊണ്ട് പോയി കുടുംബം വിളിക്കേണ്ട കാര്യമില്ല. അത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഉദാഹരണം ബോൺ ക്യാൻസർ. ഇത്രയും വലിയൊരു കൊലപാതക കേസിൽ പ്രതികൾക്ക് ഇളവ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയ കൊലപാതകമില്ല. കൊലപാതകം എല്ലാം തെറ്റാ. ഇത്രയും വലിയ കൊലപാതകം എന്ന് പറഞ്ഞിട്ട് കാര്യം. TP എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാതാണ്. അദ്ദേഹത്തെ പറയപ്പെട്ടത് എനിക്ക് വലിയ ദുഃഖമുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-നകത്ത് അപജയം വന്നു എന്നതിന്റെ പേരിൽ CPM-നകത്ത് ആളുകൾ നഷ്ടപ്പെടുന്നു എന്നത് തടയാൻ വേണ്ടി തന്നെ കൊന്നതാണ് KK രമ MLA. അതിന്റെ പേരിലാണല്ലോ ന്യൂസേല വന്നത്. ഞാൻ പറയാം അത് വലിയ തെറ്റാണ്. ആ വലിയ തെറ്റുള്ളപ്പോഴും ഞാൻ പറയുന്നത് പക്ഷെ അവരുടെ TPയുടെ പ്രതികളെ പ്രശ്നം അതല്ല. അവരെ പരോളിൽ പോയപ്പോൾ പോലും വൃത്തികൾ കാണിക്കുകയും റൗഡ്സ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോൾ റിലീസ് ചെയ്യാൻ ഒരു നിയമവും ഇല്ല. അവിടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അതായത് ചില ആളുകൾക്ക് വളരെ സൗമ്യമായി ജീവിക്കുന്നത് 10-20 കൊല്ലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ റിലീസ് ചെയ്യുന്നതാണ് രാജ്യത്തിന് നല്ലത്, അവർക്കും നല്ലത്, അവരുടെ കുടുംബത്തിന് നല്ലത്, വ്യക്തികൾക്ക് നല്ലത്. പക്ഷേ എത്ര നന്നായി നല്ല നിർമ്മാണം ഞാൻ നന്നായി തരാം എന്ന ഉറച്ച നിലപാടിൽ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ TP വധക്കേസ് പ്രതികൾ പ്രത്യേകത അവന്മാർ ഇപ്പോഴും നമ്മുടെ ദിവസം ബോംബ് നിർമ്മാണമായിട്ട് നടക്കാൻ ബോംബ് നിർമ്മാണത്തിന് മാറുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ റിലീസ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അത് ഗവർണർക്ക് പരാതി കൊടുക്കണം. ഗവർണർ പരാതി കൊടുത്താൽ ഇപ്പൊ നമ്മുടെ ഗവർണർ നമുക്കറിയാം. അങ്ങനെ ചുമ്മാ കാണുന്നവർക്ക് ഗവൺമെന്റ് പറയുന്ന പോലെ ഒപ്പിട്ട് കൊടുക്കുന്ന സ്വഭാവം അങ്ങേർക്കില്ല. അതുകൊണ്ട് തീർച്ചയായും TPയുടെ ബന്ധപ്പെട്ട ആളുകളെ വളരെ വ്യക്തമായി രമ തന്നെ ബന്ധപ്പെട്ട് ഒരു പരാതി ഗവൺമെന്റ് മുമ്പേ കൊടുക്കുന്ന ഗുണകരമായിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഈ പ്രതികളെ സർക്കാർ അല്ലെ ഗവൺമെന്റ് പാർട്ടി പേടിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഇളവ് കൊടുക്കാൻ പോകുന്നത്? പേടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വഭാവം അതന്നെ തീരാൻ പോവല്ലേ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന അർത്ഥമുണ്ടോ? മുടക്കോയ്മേലെ ഉണ്ടായ പാർട്ടി അന്നുണ്ടായ പാർട്ടിയാണോ ഇന്നുള്ളത്? AKജിയെ പോലെ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യ സ്നേഹിയായിട്ട് ആള് ഇന്ത്യ പ്രകാരം ജീവിച്ചിരിപ്പുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരൻ? അത് VS അച്യുതാനന്ദൻ പോയില്ലേ? VS അച്യുതാനന്ദൻ കാലം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അവസാനിച്ചു.
ഇപ്പോൾ ഉള്ള പിണറായിയുടെ റൗഡിസം, ആ റൗഡിസം ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ പോപ്പുലർ ഫണ്ടല്ലേ CPM നയം രൂപീകരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് എന്ത് വൃത്തികേടിന് കൂട്ടുവയ്ക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അവർക്കെതിരായ നടപടിക്ക് ശക്തമായ ഇടപെടൽ ജനങ്ങളിൽ നിന്നുണ്ടാവണം തന്നെയാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ പി. സി ജോർജ്.